ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, കോൺസെപ്റ്റ് ചെക്ക് ചെയ്യണം, ഷോക്ക് അപ്സ് ഫ്രണ്ടും ബാക്ക് ഷോക്ക് ചെക്കിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഹാൻഡിൽ യൂണിക്കോണിൻ്റെ മോഡലിലേക്ക് കൺവേർട്ട് ആക്കണം. പിന്നെ ഒരു സ്വിച്ച് മാറ്റിയിട്ട് റൈറ്റ് സൈഡിലേക്ക് വെക്കുന്നേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്റർ ടൈറ്റ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക്. നമ്മളിപ്പോൾ വണ്ടി വർക്കിന് കയറ്റിയേക്കണത് 78,053 കിലോമീറ്റർ. അതാണ് അതിൻ്റെ റീഡിങ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി. ആക്സിലേറ്റർ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്, കോൺസെപ്റ്റ് അടിയും കാണിക്കുന്നുണ്ട്. നമ്മൾ സർവീസിന് കയറ്റി അതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ ലൈനറാണ്, കമ്പനി ലൈനർ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ചെയിൻ സ്പോക്കറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈ തവണയും കൂടി ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം വലിച്ചിലേക്ക് വരും. തൽക്കാലം നമുക്ക് ടൈറ്റ് ചെയ്തിടാം. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബിൻ്റെ ഭാഗത്ത് തന്നെ വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് നമുക്ക് കിടക്കുന്നത്. ഈ ഒരു സർവീസും കൂടി നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയൊക്കെ ഇടാം. അടുത്ത സർവീസിൽ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. കാർബറേറ്റർ അസംബ്ലി നമുക്ക് കിടക്കുന്നത് പുതിയതാണ്, പുതിയ കാർബറേറ്ററാണ്. കേബിളിൻ്റെ ടൈറ്റാണ് മെയിനായിട്ട് വന്നത്. കേബിൾ ടൈറ്റായിട്ട് ഈ സൈഡൊക്കെ നാരൊക്കെ പൊളിഞ്ഞ് പൊട്ടാറായ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് അതിൻ്റെ കാർബറേറ്ററിൻ്റെ തന്നെ സ്ലൈഡർ അതിൻ്റെ ഉള്ളിൽ, കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടൈറ്റും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റിയിടാം. ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് യൂണിക്കോണിൻ്റെ ആക്കണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഹാൻഡിൽ ബാർ മാറ്റുമ്പോൾ അതിൻ്റെ ഹാൻഡിലിൻ്റെ റബ്ബറും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിക്കും. സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും. ഫോർക്കിൻ്റെ കേസ് നമ്മൾ നോക്കി, ഫ്രണ്ടും ഫോർക്ക് ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്ഷനൊക്കെ ആവശ്യത്തിനുണ്ട്. ബാക്കിലത്തെ ഷോക്ക് അബ്സോർവർ ചെക്ക് ചെയ്യുമ്പോഴും കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കേസൊക്കെ നമ്മൾ നോക്കി, വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പ്ലഗ് നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ കണ്ടൻറ്റ് കാണുന്നുണ്ട്. ഓയിൽ ചെറുതായിട്ട് അതിൻ്റെ ഓയിൽ മയം മഞ്ഞ പോലെ കാണുന്നുണ്ട് കേട്ടോ. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. ഷോട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓടട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 12.90 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.40. അത് ഏകദേശം ഒരു 9.5 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു വീക്ക്, വേറെ പറയത്ത കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിലില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം കേട്ടോ. അതിനകത്ത് നമുക്ക് എൻജിൻ ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് വരും. അതേപോലെ കോൺസെപ്റ്റിൻ്റെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ റബ്ബർ, ഹാൻഡിൽ ബാർ, അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇടണേ വാട്സാപ്പിൽ. ഇപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം. പിന്നെ നമുക്ക് വർക്ക് നമുക്ക് ടൈം അനുസരിച്ചൊക്കെ കയറണം. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ചിലപ്പോഴാണ് തീരുള്ളൂ, നാളത്തേക്കാണ് വണ്ടി തരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതിക്ക് മുമ്പ് മാക്സിമം ട്രൈ ചെയ്യാം. ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിക്ക് മുമ്പ് തരാൻ നോക്കാം. അതല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.